ഏതൊരു തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും രണ്ട് തരം വോട്ടേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. അതിലൊരു വിഭാഗമാണ് ഈ പാർട്ടിയുടെ ബേസ്, അടിസ്ഥാനപരമായിട്ടുള്ള വോട്ടേഴ്സ്. ഇവരെ സംബന്ധിച്ച് എന്ത് വന്നാലും അവരുടെ വോട്ട് തങ്ങളുടെ ഇഷ്ട രാഷ്ട്രീയ പാർട്ടിക്കായിരിക്കും അവർ കൊടുക്കുക. അതേസമയത്ത് ഈ മറുഭാഗത്താണ് ഈ സ്വിംഗ് വോട്ടേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുള്ളത്. അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ ചായവും അവർക്കുണ്ടാവില്ല. ഇതിൽ ഈ സ്വിംഗ് വോട്ടേഴ്സിന്റെ വോട്ട് എങ്ങോട്ട് പോകുന്നു എന്നതാണ് ഓരോ മണ്ഡലത്തിലെയും ഗതി നിർണ്ണയിക്കുന്ന ഒരു കാര്യം. ഇവരിൽ തന്നെ മനസ്സുകൊണ്ട് ഒന്നുകിൽ വലതോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ ആയ ആളുകളുണ്ട്. ഇവരെ സംബന്ധിച്ച് തല മുഴുവനായി ഏതെങ്കിലും ഒരു പക്ഷത്തേക്കൊന്നും പണയം വെക്കാത്ത ആളുകളായിരിക്കും. രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചാവും അവർ ഓരോ പ്രാവശ്യവും വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കുത്തുക. വ്യക്തിപരമായി ഈ ഒരു രീതിയിൽ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാനും. പണ്ട് മുതലേ മനസ്സിനൊരു ഇടത് ചായവുണ്ട്. പക്ഷെ കഴിഞ്ഞ ലോക്സഭയിലെ വിലയേറിയ വോട്ട് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിക്കാണ് കൊടുത്തത്. അദ്ദേഹം പോയി പ്രധാനമന്ത്രിയായി തീരുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പക്ഷേ അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. 2-3 ഗുജറാത്തികളായിട്ടുള്ള ആളുകൾ രാജ്യത്തെ ഏറ്റവും വലുതും സ്വാധീനവുമുള്ള ഒരു ഓർഗനൈസേഷന്റെ സഹായത്തോടെ രാജ്യം ഭരിച്ച് കുട്ടിച്ചോറാക്കുന്ന അവസ്ഥയായിരുന്നു അന്ന്. പ്രധാനപ്പെട്ട ഗുജറാത്തിയും അസിസ്റ്റന്റ് ഗുജറാത്തിയും ഇവർ രണ്ടാളും വേറൊരു ഗുജറാത്തിക്കും മറ്റ് പങ്കാളികളായിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടി രാജ്യത്തെ സ്ലൈസ് ബൈ സ്ലൈസ് ആയിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന അവസ്ഥ, കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ജനാധിപത്യത്തിന്റെ 4ാം തൂൺ എന്നറിയപ്പെടുന്ന രാജ്യത്തിന്റെ കാവൽക്കാരാവേണ്ട മാധ്യമങ്ങളെ, അതിനു പുറമെ ജനപ്രതിനിധികളെ, ഇവരെയൊക്കെ അദൃശ്യമായ അഴിമതികൾ കൊണ്ടുണ്ടാക്കിയ പണം ഉപയോഗിച്ച് വിലക്ക് വാങ്ങി വായടപ്പിച്ച് നിർത്തുന്ന സാഹചര്യമായിരുന്നു അന്ന്. ആ സാഹചര്യത്തിലും ഒരുത്തരും ചോദിക്കാൻ ധൈര്യമില്ലാത്ത അവസ്ഥ. ഇനി ആരെങ്കിലും അവരെ ചോദ്യം ചെയ്താലും ആരും അറിയാത്ത അല്ലെങ്കിൽ അറിയിക്കാത്ത അവസ്ഥ. എവിടെ നോക്കിയാലും ഈ സ്തുതിപാഠകരായിട്ടുള്ള ആളുകൾ മാത്രം. ഈ ഒരു അവസ്ഥക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലൂടെയാണ്. ഈ പറയുന്നതിനെ എതിർക്കുന്ന ആളുകളുണ്ടാവാം. അവരെ സംബന്ധിച്ച് 2017-19 കർഷക പ്രക്ഷോഭവും 2020-21 നടന്ന CAA NRC വിരുദ്ധ പ്രക്ഷോഭമൊക്കെ അവരെ സംബന്ധിച്ച് ഗവൺമെന്റിനെതിരെ തന്നെ നടത്തിയ പ്രക്ഷോഭമായിട്ടാണ് അവർ കരുതുക. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പ്രക്ഷോഭങ്ങളെല്ലാം ചില കോളങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നവയായിരുന്നു. ഇന്ത്യൻ മധ്യവർഗത്തെ പ്രത്യേകിച്ച് സ്വാധീനിക്കാൻ തക്ക ഒന്നും ഈ ഒരു സമരങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. രാജ്യത്തെ കർഷകർ ആത്മഹത്യ ചെയ്താലോ അല്ലെങ്കിൽ അവർ കൊല്ലപ്പെട്ടാലോ അല്ലെങ്കിൽ കുറച്ച് മുസ്ലിങ്ങൾ അവരുടെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ ഈ കയ്യാലപ്പുറത്താവുന്നതിനെതിരെ സമരം ചെയ്താലോ ഒന്നും ഇന്ത്യയിലെ മധ്യവർഗത്തെ അത് സ്വാധീനിക്കാൻ പോകുന്നില്ല. പകരം അന്ന് വേണ്ടിയിരുന്നത് ഈ വർഗീയ പുകമറ കൊണ്ട് പരിവാർ ഗവൺമെന്റ് ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്ന രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഈ വിഭജന രാഷ്ട്രീയം, പിന്നെ വാർത്ത പോലും ആവാത്ത അഴിമതികൾ, ഇവയെല്ലാം തുറന്നു കാട്ടിയിട്ടുള്ള ഒരു വലിയ ഒരു പ്രക്ഷോഭമോ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റോ ആയിരുന്നു അന്ന് വേണ്ടിയിരുന്നത്. അല്ലാതെ ഈ വിലക്കയറ്റത്തിനും ഈ പെട്രോൾ വില വർധനയ്ക്ക് എതിരെയും ഒക്കെ ഈ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്ക് തോന്നുന്ന സമയത്ത് അവർ വല്ല ഭാരത് ബന്ധോ അല്ലെങ്കിൽ ഹർത്താലോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ അതിനൊന്നും ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രതിഷേധം ഉണ്ടെന്ന് വെക്കുക. നിങ്ങൾ നാട്ടുകാരോട് പറയാണ്, ആരും ഇന്ന് ജോലിക്ക് പോകരുത്, പുറത്ത് യാത്രക്ക് പോകരുത്, പുറത്തേക്ക് ഇറങ്ങരുത്, വീട്ടിൽ തന്നെ നിന്നോണം, കാരണം ഹർത്താലാണ്. സ്വാഭാവികമായിട്ടും നാട്ടുകാർ മനസ്സിൽ 2 പ്രാക്കി എന്നാ ഇന്ന് വീട്ടിൽ ഫുഡ് അടിച്ചു കണ്ടോ ഒതുങ്ങാൻ എന്ന് കരുതും. അല്ലാതെ വിലവർധനയൊന്നും അവരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പോകുന്നില്ല. അതേസമയം ആളുകൾ കൂടിയിട്ടുള്ള ഒരു പ്രക്ഷോഭമോ അല്ലെങ്കിൽ മൂവ്മെന്റോ ഒക്കെ ആണെങ്കിൽ അത് തരുന്നൊരു അഡ്രിനാലിൻ റഷുണ്ട്. അത് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു മെന്റൽ സ്റ്റിമുലേഷൻ അത് ഭയങ്കരമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊന്നാണെങ്കിൽ മേൽപ്പറഞ്ഞ അഴിമതിയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഈ വിഭജന രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങളും ഒക്കെ സാധാരണ ആളുകളെ ശരിക്കും സ്വാധീനിക്കും. പകരം ഭാരത് ബന്ധും പണിമുടക്കുമാണ് നടത്തുന്നതെങ്കിൽ KSRTCക്ക് കല്ലെറിയാൻ പോകുന്ന പാർട്ടി പ്രവർത്തകന് നല്ല അഡ്രിനാലിൻ റഷും അല്ലെങ്കിൽ മെന്റൽ സ്റ്റിമുലേഷനും ഒക്കെ ഉണ്ടാവും. പക്ഷെ സാധാരണ ജനങ്ങൾക്കൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അവിടെയാണ് ഈ ഭാരത് ജോഡോ യാത്ര വേറിട്ട് നിന്നത്. കാരണം ഒരു മാസ് മൊബിലൈസേഷനിലൂടെ രാജ്യത്തുടനീളം എല്ലാ സാധാരണക്കാരെയും ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമാക്കാൻ ആ ഒരു യാത്രക്ക് കഴിഞ്ഞു. രാജ്യത്ത് പ്രതിപക്ഷമുണ്ട് എന്ന പ്രതീതിയെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടായി. വേറെ എന്തെല്ലാം വിമർശനങ്ങൾ നിങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞാലും ഇത്തരത്തിലൊരു വലിയൊരു മാസ് മൂവ്മെന്റിന് നേതൃത്വം കൊടുത്തു എന്ന ഒരൊറ്റ കാരണം മതി, ഹി ഡിസേർവ്സ് സം അപ്ലോസ്. ഇനി യാത്രക്ക് ശേഷമുള്ള കാര്യങ്ങളുടെ ക്രോണോളജി ഒന്ന് നോക്കിയാൽ ഈ മൂവ്മെന്റ് എങ്ങനെ കേന്ദ്ര സർക്കാരിനെയും അവരുടെ സിൽബന്ദികളെയും അലോസരപ്പെടുത്തിയെന്ന് നമുക്ക് മനസ്സിലാവും. 2022 സെപ്റ്റംബർ 7 തുടങ്ങി 2023 ജനുവരി 30 ജോഡോ യാത്ര അവസാനിച്ചത്. യാത്ര കഴിഞ്ഞ് 2 മാസം ആവുമ്പോഴേക്കും ഏകദേശം 2023 മാർച്ച് 24
രാഹുൽ ഗാന്ധിയെ ലോക്സഭാ സെക്രട്ടറി ജനറൽ MP സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി. അതും 4 കൊല്ലം മുമ്പ് 2019 ലോക്സഭാ ഇലക്ഷൻ ക്യാമ്പയിനിൽ നടത്തിയ പ്രസംഗത്തിന്റെ പേരിലാണ്. പ്രസംഗം ഇതാണ്: വൈ ഡു ആൾ തീവ്സ് ബി ഇറ്റ് നീരവ് മോഡി, ലളിത് മോഡി ഓർ നരേന്ദ്ര മോഡി ഹാവ് മോഡി ഇൻ ദെയർ നെയിംസ്? എന്ന് വെച്ചാൽ എല്ലാ കള്ളന്മാരുടെയും പേരിൽ ഒരു പേരുണ്ടല്ലോ, അത് എന്തുകൊണ്ട് വന്നു എന്ന്. സ്വാഭാവികമായും ആ ചോദ്യം കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടുപോകും. കേസായി, വ്യവഹാരമായി. പക്ഷെ സംഗതിയെല്ലാം വളരെ മന്ദഗതിയിലാണ് പോയത്. പക്ഷെ ജോഡോ യാത്ര കഴിഞ്ഞ് 2 മാസമായപ്പോഴേക്കും ഗുജറാത്തിലെ കോടതിയുടെ വിധി വന്നു. 2 വർഷം തടവ്. വിധി വരാൻ കാത്തു നിന്ന പോലെ പിറ്റേന്ന് തന്നെ രാഹുൽ ഗാന്ധിയെ ലോക്സഭാ സെക്രട്ടറി അയോഗ്യനാക്കി. ഇതിനെല്ലാം ശേഷമാണ് 2023 മെയ് 10 കർണാടക അസംബ്ലി ഇലക്ഷൻ നടക്കുന്നത്. BJP 66 സീറ്റിലൊതുക്കി 135 സീറ്റ് നേടിയാണ് കോൺഗ്രസ് അവിടെ തകർപ്പൻ വിജയം നേടിയത്. ഈ കർണാടകയിലെ വിജയം രാജ്യത്തെ മൊത്തം പ്രതിപക്ഷ പാർട്ടികൾക്ക് കൊടുത്ത മോറൽ ബൂസ്റ്റ് വളരെ വലുതായിരുന്നു. ആ ഒരു ഊർജത്തിൽ നിന്നാണ് 2023 ജൂലൈയിൽ ഈ ഇന്ത്യ അലയൻസ് എന്ന പേരിലുള്ള ഒരു പ്രതിപക്ഷ സഖ്യം തന്നെ നിലവിൽ വന്നത്. ആ സഖ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന മാറ്റം നമ്മൾ കണ്ടതാണല്ലോ. 2 ഊന്നുവടികളില്ലാതെ ഗവൺമെന്റ് രൂപീകരിക്കാൻ പറ്റാത്ത അവസ്ഥ 2 ഗുജറാത്തികൾക്കും വന്നു. രാജ്യത്തെ ജനങ്ങളോടോ ഭരണഘടനയോടോ ഒന്നിനോടും ഒരു ബാധ്യതയില്ലാതെ എല്ലാ ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും 2-3 കീവേഡുകൾ ഉണ്ടാവും: റാം, മുഗൾ, മുസൽമാൻ. ഈ 2 കീവേഡുകൾ ഉപയോഗിച്ച് ആളുകളെ ഈ മത അല്ലെങ്കിൽ ജാതി പ്രശ്നങ്ങളിലൊക്കെ കെട്ടിയിട്ട് അവരുടെ ജീവൽ പ്രശ്നങ്ങളിലേക്കൊന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിയാൻ അനുവദിക്കാതെ ഇവർ അധികാര ലഹരിയിൽ ഇങ്ങനെ ആർമാദിച്ചു കൊണ്ടിരുന്ന ഈ ഒരു വിപത്തിന്റെ അവരുടെ ശക്തി കുറക്കാൻ ഇന്ത്യ സഖ്യത്തിനായിട്ടുണ്ട്. പറഞ്ഞു വരുന്നതിന്റെ സാരം, നമ്മുടെ പ്രധാന ജിക്കും കൂട്ടർക്കും തീരെ താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എത്തുന്നത്. അതിനുള്ള പ്രധാന കാരണം പ്രധാന ജിയുടെ പ്രധാന കൂട്ടാളിയായിട്ടുള്ള അദാനി ജി, അദ്ദേഹത്തിനെതിരെ രാഹുൽ ഗാന്ധിയോളം സംസാരിച്ച മറ്റൊരു നേതാവ് ഇന്ത്യയിലില്ല എന്നതാണ് അതിന്റെ കാര്യം. ഈ മുതിർന്ന മാധ്യമപ്രവർത്തകനായ രാജ്ദീപ് സർദേശായി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ അടുത്ത് വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അദാനി രാഹുലിനെ സ്വാധീനിക്കാൻ പരമാവധി ശ്രമിച്ചൊരു കാര്യം. പക്ഷേ രാഹുൽ ഗാന്ധി ഈ ഇതിനൊന്നും പ്രലോഭനങ്ങൾക്കൊന്നും വഴങ്ങിയില്ല എന്ന് പറഞ്ഞ് രാജ്ദീപ് സർദേശായി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഈ അടുത്ത് പ്രസിദ്ധീകരിച്ചൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അത്തരമൊരു കാര്യം. അപ്പൊ ഇത്തരത്തിലൊരാൾ പാർലമെന്റിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2023 മാർച്ചിൽ ഈ ചാണക്യന്മാരായ ചാണക്യ തന്ത്രജ്ഞരൊക്കെ ഒത്തുചേർന്ന് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയത്. ഒടുവിൽ ഓഗസ്റ്റിൽ ഈ സുപ്രീം കോടതി ശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ട് മാത്രമാണ് അന്ന് രാഹുലിന് തന്റെ MP സ്ഥാനം തിരിച്ചു കിട്ടിയത്. ഇനി ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ UPയിൽ BJP എല്ലാ നാറിയ കളികളും എടുത്തിട്ടും രാഹുലും അഖിലേഷും ചേർന്നിട്ടുള്ള ഇന്ത്യ മുന്നണി അവരെ ശരിക്ക് അക്ഷരാർത്ഥത്തിൽ നാണം കെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ ആശയത്തിന്റെ ഫാക്ടറി ആയിട്ടുള്ള അയോധ്യ മണ്ഡലത്തിൽ, ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും BJP പരാജയപ്പെട്ടു. അതിന് ഈ രാഹുലിന്റെയും അഖിലേഷിന്റെയും ഒക്കെ കൂടെ കോൺഗ്രസിന്റെ ഒരു നേതാവായിട്ട് കട്ടക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ആളാണ് പ്രിയങ്ക ഗാന്ധി. രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ച് പോയത് ഏറ്റവും നല്ല തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തേണ്ടി വരിക ഹിന്ദി ഹൃദയ ഭൂമിയിൽ തന്നെയാണ്. കാരണം അവിടെയാണ് ഈ വിദ്വേഷത്തിന്റെ വിത്തുകളെല്ലാം മുളച്ച് പടുകൂറ്റൻ മരങ്ങളായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UPയിലെ പോരാട്ടത്തിന് നിസ്വാർത്ഥമായി രാഹുലിന്റെയും അഖിലേഷിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ഒക്കെ കൂടെ നിന്ന പ്രിയങ്കയും പാർലമെന്റിൽ എത്തേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ്. പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുന്ന ആളുകളും അവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ജനപ്രതിനിധികളായി കഴിവ് തെളിയിക്കാൻ പറ്റിയ ആളുകളൊക്കെ തന്നെയാണ്. എങ്കിലും ഒരു ഇന്ത്യ ഈ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വിശാലമായൊരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ പാർലമെന്റിൽ എത്താൻ കൂടുതൽ അനുയോജ്യം ആരാവും എന്നതിനെക്കുറിച്ച് വയനാട്ടുകാർക്കും വ്യക്തമായ ധാരണയുണ്ട്.